യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവ്വം ശാലോം കുടുംബം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ വളരെ ദൈവത്തിൻ്റെ കൃപകൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് മോശ എന്ന കഥാപാത്രം. ഈ നൈറ്റ് വിജിലിന് വേണ്ടി കർത്താവെ അങ്ങ് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നൽകിയ ഒരു വചന സന്ദേശം എന്ന് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ്. മോശ കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ ജനത്തെ നയിക്കുവാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു, ആരാണ് എൻ്റെ കൂടെ പോരുക? ഈ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് എന്നോട് ആജ്ഞാപിച്ചു, ആരാണ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ പോരുക? ഈ നൈറ്റ് വിജിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ തത്തുല്യമായ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആരാണ് എന്നെ സഹായിക്കാൻ കടന്നു വരിക? എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങളിൽ, എൻ്റെ മക്കളുടെ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ആരാണ് എന്നെ സഹായിക്കുക? ഭാരിച്ച ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത മോശ ചോദിച്ചതുപോലെ ഭാരിച്ച പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. ആരാണ് എന്നെ സഹായിക്കുക? എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം മോശയോട് അരുളി ചെയ്തു. 33 പുറപ്പാട് 33-ന്റെ 14-ാമത്തെ തിരുവചനത്തിലൂടെ സർവശക്തനായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം ഞാൻ വായിച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചു പോയി. കാരണം പ്രവാചകനായ മോശയോട് കൂടെ നടക്കുന്ന ദൈവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിശ്ചയമായും മോശയോട് ദൈവം പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന് ഈ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമ്മ ഓരോരുത്തരോടും സർവശക്തനായ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. മോശയുടെ ചരിത്രം മുഴുവനും നമ്മൾ കാണുന്നുണ്ട്. അവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവന്റെ പ്രാർത്ഥനകൾ മേഘങ്ങളോളം ഉയരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കരിമ്പാറയിൽ നിന്ന് പോലും വെള്ളം കൊടുക്കുവാൻ കർത്താവ് കൂടെ പ്രവർത്തിച്ചു. പ്രതിസന്ധികൾ വന്നപ്പോൾ ഇതാ ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞവൻ ആ വാക്ക് ഈ രാത്രിയിൽ ദൈവജനത്തെ നോക്കി ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ആത്മാവിലേക്ക് നോക്കി പറയുകയാണ്, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിന്നെ സഹായിക്കുകയും ചെയ്യും. ആയതിനാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ ഇത് സാധാരണ പ്രോഗ്രാം അല്ല, മറിച്ച് ദൈവാനുഗ്രഹം വാങ്ങുവാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മുഴു ഹൃദയത്തോടെ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം. ഈ ദൈവം ഈ രാത്രിയിൽ ഇവിടെ നടക്കുന്ന വിവിധ ശുശ്രൂഷകളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ആയതിനാൽ ഏറ്റവും സന്തോഷത്തോടെ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം ആയിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം ആയിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്ര
കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ജീവനും ജീവിതവും ദാനമായി നൽകിയ ജീവന്റെ നാഥനെ നന്ദിയോടെ സ്തുതിക്കാം. ജീവനും ജീവിതവും ദാനമായി നൽകിയ ജീവന്റെ നാഥനെ നന്ദിയോടെ സ്തുതിക്കാം. ഭാരങ്ങളിൽ രോഗപീഠകളിൽ തകരാതെ താങ്ങിടും, ഭാരങ്ങളിൽ രോഗപീഠകളിൽ തകരാതെ താങ്ങിടും ആശ്വാസദായകനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ആശ്വാസദായകനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആയുസ്സും ആരോഗ്യവും ഇന്നെനിക്കേകിയ കർത്താവിൻ നന്മകളേറ്റു ചൊല്ലി സ്തുതിക്കാം. ആയുസ്സും ആരോഗ്യവും ഇന്നെനിക്കേകിയ കർത്താവിൻ നന്മകളേറ്റു ചൊല്ലി സ്തുതിക്കാം. കഷ്ടതയിൽ വേദനയിൽ പ്രത്യാശയേകി നയിച്ചിടും, കഷ്ടതയിൽ വേദനയിൽ പ്രത്യാശയേകി നയിച്ചിടും കാരുണ്യരൂപനാം യേശുവിനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. കാരുണ്യരൂപനാം യേശുവിനെ നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ? ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്ക് ആയുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം